വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാൻ കുറച്ച് ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഓവർ യാൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രോജക്റ്റാണിത്. ഞാൻ അക്രിലിക് യാണും 3.5 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രോഷ്യ ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ആദ്യം തന്നെ ഒരു മാജിക് റിംഗ് ഓർ മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് ചെയ്യാനുള്ള ഈസി ടെക്നിക്ക് അടങ്ങിയ വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് മാജിക് സർക്കിൾ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ചെയിൻ 4 ചെയ്തതിന് ശേഷം ചെയിൻ 1ലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താലും മതിയാകും. മാജിക് റിംഗ് ഉണ്ടാക്കിയതിന് ശേഷം ചെയിൻ 3 ചെയ്യുന്നു, 1 2 and 3. അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യ ഇൻറ്റു ദിസ് മാജിക് റിംഗ്. Okay, then chain 3, സിംഗിൾ ക്രോഷ്യ, മാജിക് റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നെക്സ്റ്റ് പെറ്റൽ വർക്ക് ചെയ്യാനായിട്ട് സെയിം പ്രോസസ്സ്, ചെയിൻ 3, അതിനുശേഷം 2 ഡബിൾ ക്രോഷ്യ ഈ മാജിക് റിങ്ങിലേക്ക് ചെയ്യുക. Okay, then again chain 3, മാജിക് റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 പെറ്റൽ ഫ്ലവർ ഓർ 6 പെറ്റൽ ഫ്ലവർ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എഗെയിൻ ചെയിൻ 3, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ. 5 പെറ്റൽ ചെയ്തിരിക്കുകയാണ്. ചെയ്തതിന് ശേഷം ഈ മാജിക് റിങ് വലിച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നീട് ഒരു ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ടെയിൽ എൻഡ് കട്ട് ചെയ്തെടുക്കാവുന്നു. ഓക്കെ, നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓൾസോ ഐദർ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ക്ലിപ്സിൽ അറ്റാച്ച് ചെയ്ത് ബേബീസിനൊക്കെ ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ എൻഡ് നിങ്ങളുടെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് ട്രിം ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും ബാക്കിലേക്ക് കെട്ടിടേണ്ട ബോയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിനൊരു കൂടുതൽ സെക്യൂർ ആക്കാനായിട്ട് ബാക്കിലേക്ക് ഒരു കെട്ടും കൂടെ ഇട്ട് ഈ എഡ്ജ് വെച്ച് കൊടുക്കാവുന്നതാണ്. സോ അതിന് ശേഷം നിങ്ങൾ ട്രിം ചെയ്യുക. സപ്പോസ് ഇങ്ങനെയുള്ള ക്ലിപ്പിലൊക്കെ അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ട്രിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെയിൽ എൻഡ്. ഞാനിവിടെ ടെയിൽ എൻഡ്സ് എല്ലാം ട്രിം ചെയ്യുകയാണ്. ഫ്ലവറിൻ്റെ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടായാലും ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ ഗ്ലൂ ഗണ്ണിനെക്കാട്ടി പെട്ടെന്ന് എനിക്ക് സ്ട്രെങ്ത് തോന്നുന്നത് ഗം തന്നെയാണ്. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്ത് തന്നെ വെച്ചിട്ടായാലും ഫിക്സ് ചെയ്യാം. പിന്നീട് ഇതിലും വലിയ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ടെയിലൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അകത്തേക്ക് നോട്ട് ഇട്ടിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടുന്നതാണ്. മാജിക് സർക്കിൾ ഓർ മാജിക് റിംഗ് ചെയ്ത് ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരു ഈസി ടെക്നിക്ക് ഉണ്ട്. അതിനായിട്ട് നമ്മുടെ യാൺ എടുക്കുക. യാൺ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയിൻ 4 ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. സോ ഇവിടെ ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ചെയിൻ 3 ചെയ്യുക. ആൻഡ് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഈ സർക്കിളിലേക്ക്, ഈ ഉണ്ടാക്കിയിരിക്കുന്ന റിങ്ങിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ 2 ഡബിൾ ക്രോഷ്യ ഇൻറ്റു ദിസ് റിങ്.
then chain 3, single crochet. സോ നമ്മൾ മറ്റേ ഫ്ലവറിന് ചെയ്ത സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് പെറ്റൽ റെഡി ആയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് എത്ര പെറ്റൽ വേണമെങ്കിലും ഉണ്ടാക്കാം. സെയിം പ്രോസസ്സ്, ചെയിൻ 3, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 3 ആൻഡ് സിംഗിൾ ക്രോഷേ. ഞാനിവിടെ പിങ്ക് ഫ്ലവറിൻ്റെയും 5 പെറ്റൽസും വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷം ട്രിം ചെയ്യുന്നു. ദെൻ നമുക്ക് ഈ ഫസ്റ്റുള്ള ഈ ടെയിലിൻ്റെ വലിച്ച് തന്നെ ഈ സർക്കിളും ക്ലോസ് ചെയ്യാവുന്നതാണ്. മാജിക് റിംഗ് പോലെ തന്നെ ഈ സർക്കിൾ നമുക്ക് ചെറുതാക്കി എടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് പാടാണെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്താലും മതിയായിരിക്കും. അതിനുശേഷം ടെയിൽ എൻഡ്സ് ട്രിം ചെയ്യുക. മുൻപേ പറഞ്ഞ പോലെ നിങ്ങളുടെ പർപ്പസ് ഓഫ് ഫ്ലവർ അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഈ ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത് ഹെയർ ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. വലിയ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്തിട്ട് 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. സോ ബേബീസിനൊക്കെ ഇഷ്ടമുള്ള കളേഴ്സിൽ ഫ്ലവേഴ്സ് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. മറ്റ് പർപ്പസിനും യൂസ് ചെയ്യാവുന്നതാണ്. സോ hope you all like the video. Please do like, share and subscribe. Thank you.